الحمد لله وحده والصلاة والسلام على من لا نبي بعد وعلى آله وأصحابه أجمعين ما بعد اتقوا الله عباد الله والعاقبة للمتقين. പ്രിയപ്പെട്ട വിശ്വാസികളെ, മുറാഖബ എന്ന ബാബ് അവസാനിച്ചിരിക്കുകയാണ്. അടുത്തതായി കിതാബിലുള്ള ബാബ് തഖ്വ എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും അയാൾ കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി എന്ന് പറയുന്നതായി കാണാം. എല്ലാ വെള്ളിയാഴ്ചകളിലും മിമ്പറിൽ നിന്ന് ഖതീബ് മുഅ്മിനുകളെ ഉണർത്തുന്ന ഒരു കാര്യം കൂടിയാണ്. അല്ലയോ വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഹഖ്ക തുഖാതിഹി, സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കുക. അതായത് സൂക്ഷിക്കുന്നതിനൊരു രീതിയിൽ അല്ലാഹുവിൽ തഖ്വ ഉണ്ടായിരിക്കുന്നതിന് ഇസ്ലാം ചില നിബന്ധനകൾ പഠിപ്പിക്കുന്നുണ്ട്. ആ നിബന്ധനയിൽ അതുപോലെ തന്നെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3 കാര്യങ്ങൾ കാണാൻ സാധിക്കും. എങ്ങനെയാണ് അല്ലാഹുവിനെ മുറപ്രകാരം സൂക്ഷിക്കേണ്ടത് എന്നുള്ളത് അവിടെ വിശദമാക്കുന്നത്. അതായത് ഒന്നാമത്തെ കാര്യം, അല്ലാഹുവിനെ എപ്പോഴും ഓർക്കപ്പെടേണ്ടതാണ്, മറക്കപ്പെടാൻ പാടില്ല. അല്ലാഹുവിനെ എല്ലായ്പ്പോഴും ഓർക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ ഘട്ടം. നമ്മളുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മയുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ എല്ലാ അവസരങ്ങളിലും അല്ലാഹുവിനെ ഓർക്കാറുണ്ടെന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നതായി കാണാം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ ഫീ കുല്ലി അഹ്യാനിഹി, ഓരോ അവസരത്തിലും. അവസരം എന്ന് പറഞ്ഞാൽ നമ്മൾ പിരിക്കുകയാണെങ്കിൽ ഓർക്കും, നടക്കുകയാണെങ്കിൽ എപ്പോഴും ഓർക്കും, കിടക്കുകയാണെങ്കിലും. എന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും ഏതെല്ലാം അവസ്ഥകളിലുണ്ടോ അപ്പോഴൊക്കെ അല്ലാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കാറുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായി കാണാം. അപ്പോൾ ആ ഓർമ്മ നമ്മളിൽ അല്ലാഹുവിനെ കുറിച്ച് ഉണ്ടാവുക എന്നുള്ളതാണ് അല്ലാഹുവിനെ സൂക്ഷിക്കുന്നതിലെ ആദ്യത്തെ കാര്യം. ഇനി രണ്ടാമതായി, മറക്കാനും പാടില്ല. ആ മറവി വന്നു കഴിഞ്ഞാൽ ഇബ്ലീസിന്റെ ഷർറ് നമ്മളെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇബ്ലീസ് നമ്മളെ വസ്വാസിലാക്കുന്നത് ആക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയം നമ്മൾ അല്ലാഹുവിനെ മറക്കുന്ന സമയം. അപ്പോൾ രണ്ടാമതായി, അല്ലാഹുവിനെ നന്ദി കാണിക്കപ്പെടണം, നന്ദികേട് കാണിക്കപ്പെടാൻ പാടില്ല അല്ലാഹുവിനെ. അതായത് നമ്മൾ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക. ശുക്ർ ഏറ്റവും വലിയ ഇബാദത്താണ്. നമ്മൾ ശുക്ർ ചെയ്യുന്തോറും അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരും. ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം, ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ ശുക്ർ ചെയ്താൽ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും. ദുനിയാവിലും ഇൻഷാ അല്ലാഹ് ആഖിറത്തിലും, 2 സ്ഥലത്തും അല്ലാഹു നമുക്ക് നമ്മളുടെ അനുഗ്രഹങ്ങൾ, അതിൽ ബറക്കത്തും ഐശ്വര്യവും എല്ലാം നൽകും. ആ ശുക്ർ നമുക്ക് എങ്ങനെ കാണിക്കാം? അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട്, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട്, അല്ലാഹുവിനുള്ള ദിക്ർ ചെയ്തുകൊണ്ട്, അനുഗ്രഹങ്ങൾ അല്ലാഹുവിൻ്റെതാക്കി എടുത്തു പറഞ്ഞുകൊണ്ട്, അതുപോലെ ഈ അനുഗ്രഹങ്ങളിൽ മറ്റുള്ള ആളുകളിലേക്ക് കൂടി, അതില്ലാത്ത ആളുകളിലേക്ക് കൂടി അതിനെ എത്തിച്ചുകൊണ്ട്, അതുപോലെ അനുഗ്രഹങ്ങളിൽ നമുക്ക് താഴെയുള്ളവരിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് മുകളിലുള്ളവരിലേക്ക് നോക്കാതെ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കുക, മുകളിലുള്ളവരിലേക്ക് നോക്കാതിരിക്കുക. ദുനിയാവിന്റെ വിഷയത്തിൽ കാര്യം അങ്ങനെ നോക്കുമ്പോൾ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ വില നിങ്ങൾക്ക് മനസ്സിലാകാൻ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ വില കുറച്ച് കാണാതിരിക്കാൻ. അപ്പോൾ ആ ശുക്രിന് ഒരുപാട് വഴികളുണ്ട്. അങ്ങനെയെല്ലാം അല്ലാഹുവിനെ ശുക്ർ ചെയ്യുക, നന്ദികേട് കാണിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മളുടെ മേലുണ്ടാവുമ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹുവിനെതിരെ, ദീനിനെതിരെ, അല്ലാഹുവിന്റെ കൽപ്പനകൾക്കെതിരായിക്കൊണ്ട് ചെയ്യുന്ന രീതി നമുക്കുണ്ടാകാൻ പാടില്ല. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമതായി, അല്ലാഹുവിനെ അനുസരിക്കപ്പെടണം.
അനുസരിക്കാനാണ് അള്ളാഹു ഉള്ളത്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെല്ലാം തന്നെ അനുസരിക്കാനുള്ളതാണ്, ധിക്കരിക്കാനുള്ളതല്ല. അള്ളാഹുവിനെ ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങളാകട്ടെ, ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളാകട്ടെ, എല്ലാം അനുസരിക്കാനുള്ളതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, അള്ളാഹുവിനെ ഓർക്കുക, പിന്നെ മറക്കാതിരിക്കുക, അള്ളാഹുവിനെ നന്ദി കാണിക്കുക, നന്ദികേട് കാണിക്കാതിരിക്കുക, അള്ളാഹുവിനെ അനുസരിക്കുക, അങ്ങനെ ധിക്കരിക്കാതിരിക്കുക, ഈ 3 കാര്യങ്ങൾ ഉൾപ്പെട്ടതാണ് തഖ്വ എന്ന് ഉലമാക്കൾ, മുഫസ്സിറുകൾ അതുപോലെ അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കി തഖ്വയുള്ളവരായി ജീവിച്ചു തഖ്വയുള്ളവരായി കൊണ്ട് തന്നെ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന അവസ്ഥയിൽ മരിക്കുവാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.